നമ്മൾ ആലോചിക്കണ്ടേ? അപ്പോൾ പ്രവാചകന്റെ ഭാര്യ അല്ല ആയിഷ ബീവി, പ്രവാചകന്റെ ശിഷ്യയാണ്. ശിഷ്യയാകുന്നതിൽ എന്താ തകരാറ്? അപ്പൊ ചോദിക്കും, ശിഷ്യയുടെ കൂടെ പ്രവാചകൻ പിന്നെ ജീവിക്കുന്നു. എന്താ ശിഷ്യയുടെ കൂടെ? ശിഷ്യയോടൊപ്പം പ്രവാചകൻ, മഹാഗുരുവായ പ്രവാചകൻ ശിഷ്യയോടൊപ്പം അല്ലേ? മറിയം ബീവിയോടൊപ്പം സക്കരിയ നബി ജീവിച്ചിട്ടില്ലേ? ഖുർആൻ പറയുന്നില്ലേ, വകഫലഹാ സക്കരിയ, മറിയം ബീവിയെ സക്കരിയ നബി ഏറ്റെടുത്തു. മറിയം ബീവിയെ സക്കരിയ നബി ഏറ്റെടുത്തു, കല്യാണം കഴിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് മറിയം ബീവിയുള്ള റൂമിലേക്ക് സക്കരിയ നബി കടന്നുപോയില്ലേ? വദഖല അലൈഹാ സക്കരിയൽ മെഹ്റാബ, സക്കരിയ നബി മറിയം ബീവിയുടെ റൂമിലേക്ക് കടന്നുപോയി. വജദ ഇൻദഹാ റിസ്ഖ, ഖുർആൻ പറയുന്നില്ലേ? ഗുരു ശിഷ്യ ബന്ധം മനസ്സിലാകൂല. ഈ ശരീഅത്തിന്റെ മേൽപ്പാടി മാത്രം എടുത്ത് നടക്കുന്ന, വെറും ബാഹ്യാഭരണം മാത്രം എടുത്ത് നടക്കുന്ന, ആചാരാനുഷ്ഠാനങ്ങളിൽ അഭിരമിച്ച് താടിയുടെ ഇഞ്ചും വസ്ത്രത്തിന്റെ ഇഞ്ചും അളന്ന് ഇസ്ലാമിനെയും ഈമാനിനെയും തീരുമാനിക്കുന്ന മല്ലന്മാർക്കും മൗലവിമാർക്കും തിരിയൂല. ഗുരു ശിഷ്യ ബന്ധം മനസ്സിലാവില്ല. മാലിക് സലഫി, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഏതായാലും നമ്മൾ പുതിയൊരു ഗുരുവിനെ നമുക്ക് കിട്ടിയിരിക്കാം, ഗുരു ശിഷ്യ ബന്ധം. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പണ്ട് ചേകനൂർ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പുതിയ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ നവചേകനൂരിയാണ് ഇയാൾ. മാത്രമല്ല, ഷിയാക്കൾ എന്താണോ പണ്ട് കാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനു മുമ്പ് മുനാഫിഖ്യങ്ങളായ ആൾ. ഇപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇയാൾ തുടങ്ങി വെച്ചൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, ആയിഷ റളിയല്ലാഹുവിന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞു വരുത്തിയ ആൾക്കാരാണ് ആര്? മുനാഫിക്കുകളും. പിന്നെ മുനാഫിക്കുകൾ. അതിൻ്റെ ഒരു പിൻഗാമിയാണ് ഇയാൾ. കാരണം ഇയാൾ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഭാര്യയല്ല, റസൂലുള്ളാഹിന്റെ ശിഷ്യൻ എന്ന പ്രവാചകനുമായിട്ട് ശാരീരിക ബന്ധം അടക്കം ആയിഷയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് തെളിവ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം എന്തായി, ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ചത് വ്യഭിചാര ആരോപണം, പ്രവാചകനെ സംബന്ധിച്ച് മോശമായ വിഷയമൊന്നും ഇവിടെ. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പിന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ആയിഷ റളിയല്ലാഹുവിനോടെയാണ് ദീനിൻ്റെ ഏകദേശം ഒരു 3/4% കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ദീനിനെ പൊളിക്കണമെങ്കിൽ സഹാബത്തിനെ പൊളിക്കണം, സഹാബത്തിനെ പൊളിക്കണമെങ്കിൽ ആദ്യം ആയിഷ ബീവിനെ പൊളിക്കണം. അത് മുനാഫിക്കുകൾ തുടങ്ങി വെച്ചു, അവരുടെ പിൻഗാമികൾ അത് തുറന്നുകൊണ്ടേയിരിക്കണം. എന്നിട്ടിപ്പോൾ പ്രവാചകൻ്റെ പത്നിയല്ല ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയാൻ ഇയാൾ കണ്ടെത്തിയ തെളിവെന്ന് വെച്ചാൽ, ഇപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മറിയം ബീവിയും തമ്മിലുള്ള ബന്ധമാണ്. അതിപ്പോൾ ഏതൊരു പിന്നെ എന്താ പറയുക, പിന്നെ ഒരു ഇയാൾ പറഞ്ഞ താടിൻ്റെ എന്നാണ്, ഇപ്പോൾ താടിയൊന്നും മുളക്കാത്ത, മീശയൊന്നും മുളക്കാത്ത ഒരു മദ്രസയിലെ കുട്ടീനോട് ചോദിച്ചാൽ അറിയാം ആ സക്കരിയ നബിയും അതുപോലെ തന്നെ മറിയം ഭാര്യമാരെ പോലെയാണ്. കാരണം സക്കരിയ നബിക്ക് വേറെ ഭാര്യ ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് സന്താനങ്ങളുണ്ട്. ഇനി മാത്രമല്ല, കഫലഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തസവ്വജ എന്നാണ്. കഫാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്കറിയാം കഫാലത്ത് ഏറ്റെടുത്തു, ഇപ്പോൾ കഫീലാണ്. ഇപ്പോൾ സൗദിയിലൊക്കെ ഒരുപാട് കഫീലുണ്ടല്ലോ, എല്ലാവരും കല്യാണം കഴിക്കല. അപ്പോൾ അറബി ഭാഷ പോലും അറിയില്ല. മാത്രമല്ല, ദഖല ഇൻദ, അവരുടെ അടുക്കിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ മാത്രമുള്ള സ്വകാര്യ റൂമിലേക്ക് ഒരു ഭർത്താവിൻ്റെ അടുക്കിലേക്ക് ഭാര്യ പ്രവേശിക്കുമ്പോൾ പ്രവേശിച്ചു എന്നല്ല, ഒരു പള്ളിയിലാണ്. ആ പള്ളിയിലേക്ക് എല്ലാവർക്കും കയറുന്ന പോലെ കയറിയപ്പോൾ വജദ ഇൻദഹ റിസ്ഖ. അതല്ലാതെ അവർ തമ്മിൽ, പ്രവാചകനും ആയിഷ റളിയല്ലാഹുവിനും തമ്മിലുണ്ടായിരുന്ന ബന്ധം പോലെയാണ് പിന്നെ സക്കരിയ നബിയും മറിയം ബീവിയും തമ്മിലുള്ള ബന്ധമെന്ന് ആരെയൊക്കെ പറഞ്ഞു കൊടുത്ത്? ഒരു തെളിവില്ല. ഇപ്പം പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് പറഞ്ഞ പോലെ അലിക്ക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അവരെ തൊള്ളോണ്ട് വാകകൾ കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ്.